ഞാൻ ബേസിക്കലി പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും, എൻ്റെ ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ആക്ച്വലി ഈ പ്രൊഫഷനിലൊന്നും എത്തിപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. സംഭവം നമുക്ക് മിക്കവാറും പെൺകുട്ടികൾക്കൊക്കെ മേക്കപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ പൊതുവെ. അപ്പൊ അങ്ങനെ ഒരു ഡാൻസ്, പാട്ട്, മേക്കപ്പ്, ഇങ്ങനെ ഒരുങ്ങി നടക്കുക, സാരി ബെഡ്ഷീറ്റ് കൊണ്ട് കൊടുക്കുക, ഇങ്ങനത്തെ ഒരു ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലായിരുന്നു ഞാനും. പക്ഷെ ഇങ്ങനെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ കെട്ടിച്ചു വിടും എന്നുള്ളൊരു റൂട്ടിലാണ് നമ്മളൊക്കെ വളർന്നു വന്നത്. ഞങ്ങൾക്ക് പ്രോപ്പർ പക്ക മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. ഇപ്പോഴുള്ള വീടൊന്നും അല്ല, ഞങ്ങൾക്ക് മുന്നേ ചെറിയ വീടും ചെറിയ മിഡിൽ ക്ലാസ് ഫാമിലി, അങ്ങനെയാണ് ഞാനൊക്കെ വളർന്നു വന്നത്. അപ്പം പഠിക്കുക എന്നുള്ളത് മാത്രമേ ലൈഫ് അപ്ഗ്രേഡ് ചെയ്യാൻ നമ്മളുടെ മുന്നിലൊരു മാർഗമുള്ളൂ. അതുകൊണ്ട് തുടക്കം മുതലേ നന്നായിട്ട് പഠിച്ചിരുന്നു. അതായത് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റ പ്രാവശ്യം റീഡ് ചെയ്താൽ തലയിൽ കയറുന്ന ടൈപ്പൊന്നും ആയിരുന്നില്ല ഞാൻ. പക്ഷെ ഓക്കെ ആയിരുന്നു പഠിക്കാനൊക്കെ. അപ്പൊ അങ്ങനെ പഠിച്ച് 10ാം ക്ലാസ് ഫുൾ A+, +1 ഫുൾ A+, +2 ഫുൾ A+. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തള്ളാണെന്ന് തോന്നുമെങ്കിലും സത്യമാണ്. ഓക്കെ, പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോയി. പകുതി വെച്ച് നിർത്തി. രണ്ടാമത്തതല്ല, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോയി. അപ്പോഴും കുറച്ച് എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ടെൻഷനും സ്ട്രെസ്സും താങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ എൻട്രൻസ് കോച്ചിങ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സിന്റെ കൂടാരാണ് ഇവിടെ. 2ാം വർഷം ഞാൻ പിന്നെ ഒന്നും കൂടെ ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോയി. അപ്പോഴും സ്ട്രെസ് താങ്ങാനാവാതെ ഞാൻ നിർത്തി. അങ്ങനെ ആ വർഷം മാത്രം ഞാൻ എഞ്ചിനീയറിംഗ് എഴുതി. അതുവരെ മെഡിക്കൽ മാത്രം എഴുതി. മെഡിക്കലാണെങ്കിൽ എനിക്ക് MBBS കിട്ടിയാൽ മാത്രം പോകാൻ താല്പര്യമുള്ളായിരുന്നു. ബാക്കിയൊക്കെ കിട്ടും, പക്ഷെ ബാക്കിയൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ലാസ്റ്റ് പ്രാവശ്യം എഴുതിയപ്പോൾ എഞ്ചിനീയറിംഗ് എഴുതി. എഞ്ചിനീയറിംഗിൽ നല്ല റാങ്ക് കിട്ടി. ഞാൻ ഗവൺമെന്റ് കോളേജിൽ ജോയിൻ ചെയ്തു. ഡയറക്ട് ടെക്നോളജി ഞാൻ പഠിച്ച കോഴ്സ്. അവിടെ 4 വർഷം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു പൂതി വന്നത്. അതായത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുക, അതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലേ എന്ന് ഞാൻ സെക്കൻഡ് ഇയറിൽ അറിഞ്ഞത്. ആക്ച്വലി അന്ന് ഇത്രത്തോളം റീൽസ് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നില്ല, റീൽസ് ഇല്ല, അന്ന് ഇറങ്ങിയിട്ടില്ല. ഒന്ന് ടിക്ടോക്കിൽ ഇതൊന്നും അല്ല, എല്ലാവരും ലിപ്സിങ്ക് ചെയ്യണ കാലമാണ് അന്ന്. അപ്പം നമ്മളിതിനെ കുറിച്ച് വല്ലാതെ അറിയുന്നില്ല. ബാക്കിയുള്ളവർക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ചോദിക്കും നിനക്ക് എന്താ ചെയ്യാൻ പോയിക്കൂടെ എന്നൊക്കെ ചോദിച്ചിരുന്നു അന്ന്. അപ്പൊ അന്നൊക്കെ ഞാൻ വിചാരിച്ചത് വേറുള്ളവരുടെ വീട്ടിൽ ചെന്ന് അവർക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കുക, അതെനിക്ക് പറ്റിയൊരു പരിപാടിയല്ല. നമ്മള് കുറച്ച് പഠിച്ചിട്ട് അതിന്റെ ജോലി മതി എന്നൊക്കെ ഉള്ള ഒരു തോട്ടായിരുന്നു അന്ന്. അതായത് ഒരു 6-7 വർഷം മുന്നേ. അങ്ങനെ പക്ഷെ ഇങ്ങനെ കുറെ പേരുടെ അപ്രീസിയേഷൻ ഒക്കെ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഒരു വർക്കിന് 8,000 വരെയൊക്കെ ആൾക്കാർ വാങ്ങുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നോക്കിക്കൂടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്രോഡക്ട്സ് വാങ്ങി ഈ പരിപാടിക്ക് മെല്ലെ ഞാൻ തന്നെ ചെയ്ത് നോക്കിയത്. അപ്പൊ എൻ്റെ വീട്ടില് എനിക്ക് മേക്കപ്പ് പ്രോഡക്ട്സിന് പൈസ എന്ന് പറഞ്ഞ് ചോദിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും ആയിരുന്നില്ല. ഒന്നാമത് ഇത് എവിടെ എത്തുമെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ എന്താണ് വർക്ക് കിട്ടുമെന്നോ ഇതെന്താന്നോ ഞാൻ അതിൽ അത്രത്തോനെ റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മെല്ലെ എനിക്ക് മെസ്സെന്ന് ഞാൻ ഒഴിഞ്ഞിരുന്നു. മെസ് ഫീക്ക് വേണ്ടി തരുന്ന പൈസയെന്ന് മെല്ലെ ഞാൻ ഇസ്ക്കും. ഏതെങ്കിലും ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്യും. ഏതെങ്കിലും പ്രാവശ്യമൊക്കെ ഞാൻ പഴമൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് തിന്നിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ കുറച്ച് മണി സേവ് ചെയ്തു. പിന്നെ സ്കോളർഷിപ്പ് കിട്ടുമല്ലോ നമുക്ക്, ഇതിന്റെ സ്കോളർഷിപ്പ് കിട്ടും. അപ്പൊ അതിന്റെ കുറച്ചൊക്കെ പൈസ സേവ് ചെയ്ത് പിശുക്കി ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങി ഇങ്ങനെ ഒരുക്ക് കൂട്ടി ആണ് ഞാൻ ചെയ്ത് പഠിച്ചത്. കാരണം നമ്മൾ ചോദിച്ച് ഒന്ന് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും വീട്ടിന്ന്. പക്ഷെ അത് പിന്നെ അവതാളത്തിലായി കഴിഞ്ഞാല് കാലം കഴിയും വരെ അതിന്റെ കണക്ക് നമ്മൾ കേൾക്കേണ്ടി വരുമെങ്കിൽ നമുക്ക് റിഗ്രറ്റ് ആണല്ലോ. അവിടെ ചോദിക്കാഞ്ഞത്. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരുന്നു, വളരെ ഗ്രാജുവൽ ആയിരുന്നു. കാരണം എനിക്ക് എന്ത് ചെയ്യണതുകൊണ്ട് തന്നെ പോലും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ മെല്ലെ ഞാൻ ചെറിയ 3000-ന്റെ 4000-ന്റെ ഒക്കെ വർക്ക് എടുത്ത് പിന്നെ ഇങ്ങനെ വന്ന് പിന്നെ എൻ്റെ കോഴ്സ് കഴിഞ്ഞു, ഇന്റേൺഷിപ്പ് കഴിഞ്ഞു, ജോലി കിട്ടി 1 വീക്കിൻ്റെ ഉള്ളിൽ. ജോലി കിട്ടിയപ്പോൾ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോഴത്തേക്കും 1 or 2 years കഴിഞ്ഞു കേട്ടോ. ഞാനിങ്ങനെ വർക്കുകളും ചെയ്യുന്നുണ്ട്. മന്ത്ലി 1 വർക്ക് 2 വർക്കൊക്കെ ആയിട്ടൊക്കെ ഉള്ളൂ, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ജോലി കിട്ടിയപ്പോൾ ജോലിൻ്റെ കൂടെ നമുക്കിത് എൻ്റെത് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ മിൽമയിലായിരുന്നു വർക്ക് ചെയ്തത്. അവിടെ ആ പ്ലാന്റ് ഫുള്ള് നമ്മളാണ് റൺ ചെയ്യുക. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഫുൾ ടൈം ബിസി ആയിരിക്കും. പിന്നെ പോരാത്തതിന് അവിടുത്തെ എൻവയോൺമെന്റ് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം ഈ മെഷീനറീസിന്റെ ഫുൾ ഒരു പറഞ്ഞ സൗണ്ടാണ് ഫുൾ ടൈം. അപ്പൊ ഇതെല്ലാം കൂടെ കൊണ്ടായപ്പം എനിക്കാകെ മടുത്ത് ഞാൻ അവിടെ നിന്ന് 2ാം വർഷം തന്നെ ഞാൻ കരച്ചിലും പിടിച്ചിലും ഞാൻ ഇറങ്ങി അവിടുന്ന്. പിന്നെ നാട്ടിലെത്തി എനിക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മിൽമയ്ക്ക് ഞാൻ ഇല്ലാന്ന് ഞാൻ ഉറപ്പിച്ചു, അങ്ങനത്തെ ഫാക്ടറിയിലേക്ക് ഞാൻ ഇല്ലാന്ന് ഞാൻ ഉറപ്പിച്ചു. പക്ഷെ പിന്നെ എന്തെന്നുള്ള പക്ഷെ ആ ടൈം എനിക്ക് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും കൂടെ പറ്റി.
ഞാനൊരു ഡമ്മി ഹെഡ് വാങ്ങിച്ചു. അതിന് ഹെയർ സ്റ്റൈൽസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. കാരണം ഹെയർ എനിക്ക് ഒട്ടും അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മോഡൽസിനെയൊക്കെ വിളിച്ച്, അതായത് സാധാ ആൾക്കാരെ വിളിച്ചിട്ട് കുറേ മോഡൽ ഷൂട്ടും വർക്കുകളൊക്കെ ചെയ്തു. അതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ നാട്ടിൽ 1-2 സ്റ്റുഡൻസ് കൗൺസിലർ ആയിട്ടുള്ള ജോലിക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. കാരണം ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കൂലേ, അപ്പം ഇപ്പം ഒന്നും ചെയ്യണില്ലേ എന്ന് ചോദിക്കുമല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഇങ്ങനെ പ്രാക്ടീസും ചെയ്തു. ആ പ്രാക്ടീസ് ചെയ്തത് ആക്ച്വലി എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തു. കുറച്ചൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ അതിൽ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഇൻസ്റ്റാ ത്രൂ വരാൻ തുടങ്ങി. അങ്ങനെ അത് പിന്നീട് കൂടിയാണ് ഇപ്പോൾ ഒരു ലെവലിൽ എത്തിയത്. അതിൻ്റെ ഇടയിൽ നമ്മൾ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പം 7 വർഷമായി ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ട്. 7 വർഷം എന്ന് പറയുമ്പോൾ ഞാൻ പഠനത്തോടൊപ്പം തുടങ്ങിയോണ്ട് തന്നെ ആദ്യത്തെ ചില വർഷങ്ങളൊന്നും കൗണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടുള്ള പ്രോഗ്രസ് മാത്രമായിരുന്നു. അപ്പം അക്കാഡമി നമ്മൾ തുടങ്ങിയിട്ട് 3 വർഷത്തിൽ കൂടുതലാവുന്നു. ഓക്കെ, അപ്പം അതാണ് എൻ്റെ ഒരു സ്റ്റോറി. ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും പല സിറ്റുവേഷനായിരിക്കും. എല്ലാവരും എല്ലാ പ്രിവിലേജസോട് കൂടിയിട്ടൊന്നല്ല എവിടെ എത്തണേ. ഇപ്പം എൻ്റെ വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും പറയും റെക്കോർഡിംഗ് ആണോ, സ്റ്റോറേജ് ഒക്കെ കഴിയായിരിക്കും, കുഴപ്പമില്ല, അവിടെ വേണ്ട. എന്താണ് എൻ്റെ വീഡിയോസ് കാണുമ്പോഴേ, ഇപ്പൊ നമുക്ക് പറഞ്ഞില്ലേ കുറേ മുന്നേ മുതൽ കാണുന്നുണ്ട്, കുറേ പേരൊക്കെ പറയും ഓ ഇത്തന്നെ ഫാമിലി എന്തൊരു സപ്പോർട്ടീവാ, ഞങ്ങളെന്നും ഇതിനൊന്നും സമ്മതിക്കൂല, അങ്ങനെ പറയും ഇങ്ങനെ പറയും, യൂട്യൂബൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് വിടുന്ന സമ്മതിക്കൂല, അങ്ങനെയൊക്കെ. എൻ്റെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഇതൊരു രാത്രി കൊണ്ട് ഉണ്ടായതല്ല. എനിക്ക് ഭയങ്കര സ്ട്രഗിൾസ് ആയിരുന്നു തുടങ്ങിയൊക്കെ സമയത്ത്. ഈവൻ മേക്കപ്പ് ആണെങ്കിലും യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും ഐ സ്ട്രഗിൾഡ് എ ലോട്ട്. കാരണം നമുക്ക് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നാട്ടുകാരെന്തേലും പറയും, ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ചെറുക്കനെ കിട്ടൂല. ഇത് രണ്ടാണ് നമ്മളെ മുന്നത്തെ മെയിൻ 2 പ്രശ്നങ്ങളെ. പ്രത്യേകിച്ച് ഫാമിലിക്ക് അതായിരിക്കുമല്ലോ കൺസേൺ. ആ സെയിം ഇതിലാണ് ഞാനും വന്നത്. പക്ഷെ പിന്നെ ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് പറയണത് അതേപോലെ കേട്ട് അങ്ങനെ ഇരിക്കുക. കാരണം പപ്പനെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, എന്താ വേർഡ്, അത് പപ്പക്ക് തന്നെ ലാസ്റ്റ് അടിയായി എന്നുള്ളതാണ്. അതായത് കൊള്ളേണ്ടത് കൊള്ളുക, തള്ളേണ്ടത് തള്ളുക എന്ന് എന്നോടും എൻ്റെ അനിയത്തിനോടും പപ്പ പണ്ടേ പറയും. അപ്പൊ ഇവര് പറയണതും ഞങ്ങൾ അത് വെച്ചിട്ടേ ഫിൽട്ടർ ചെയ്യുള്ളൂ. കൊള്ളേണ്ടത് കൊള്ളും, തള്ളേണ്ടത് തള്ളുക ചെയ്യും. അപ്പൊ ഇവര് ഞങ്ങൾക്ക് ചിലപ്പം അത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ യുക്തി വെച്ചും കൂടെ ഒന്ന് ആലോചിക്കും. ഇവര് നമ്മളായിട്ട് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പൊ നമ്മളുടെ ബുദ്ധി വെച്ചിട്ട് ഇത് തള്ളണോ കൊള്ളണോ എന്നും കൂടെ ആലോചിച്ചിട്ടേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞാൽ കേൾക്കാതൊക്കെ തന്നെയാണ് കുറെ ചില വർക്കിനൊക്കെ പോയത്. പിന്നെ യൂട്യൂബ് തുടങ്ങണേന് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ നാട്ടുകാര് കുടുംബക്കാരൊക്കെ അവളിപ്പോ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ കുറെ കൊല്ലം മുന്നേന്ന് ഓർക്കണം. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്, എല്ലാവരും വീഡിയോസ് ഇടുന്നു, എല്ലാവരും ഫോട്ടോസ് ഇടുന്നു, എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിക് അക്കൗണ്ട് അങ്ങനെയൊക്കെയാ. പണ്ട് പബ്ലിക് അക്കൗണ്ട് ആക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവം മാതിരിയാണ് അന്നൊക്കെ. എനിക്കും ഇനി അതിലാറ് പ്രിവിലേജ്ഡ് ആയിട്ട് ആൾക്കാരുണ്ടാകുമെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെ ആയിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ സഹിച്ച് ഇവരെ മെല്ലെ 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 കൺവിൻസ് ചെയ്ത് ഇവരിലേക്ക് ആ ഒരു ഓക്കെ എന്നുള്ള ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താണ് ഇപ്പൊ ഉള്ള ഒരു ലെവലിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പൊ ഇതൊന്നും ഓവർനൈറ്റ് സംഭവിച്ചതല്ല. ഞാനത് പറയാനുള്ള മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ചിലപ്പോ ഇങ്ങനെ വീട്ടുകാരെയൊക്കെ കൺവിൻസ് ചെയ്ത് കുറെ ഫൈറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അത് നിങ്ങൾ റിസൾട്ട് കൊടുക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് മറുപടി കൊടുക്കേണ്ടത് ഡയലോഗിലൂടെ അല്ല, നിങ്ങളുടെ ആക്ഷനിലൂടെയാണ്. നിങ്ങൾ ഇതിൽ സക്സസ് ആവുമ്പോൾ, നിങ്ങൾ ഇതിൽ ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരൊക്കെ എങ്ങനെ ഉണ്ടാതിരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു വാല്യൂ വരും, നിങ്ങൾക്കൊരു പവർ വരും, നിങ്ങൾക്കൊരു റെസ്പെക്റ്റും ഒക്കെ വരും. ഓക്കെ, അപ്പൊ ആ സമയത്തേക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്കൊരു പേഷ്യൻസ് വേണം. ഇടയിൽ വെച്ച് ഡ്രോപ്പ് ചെയ്ത് പോകരുത്. മനസ്സിലായോ? മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. ഇത് അത്ര ഈസി സ്റ്റെപ്പ് ഒന്നും ആവില്ല. വിചാരിച്ചിരിക്കുന്ന എല്ലാവർക്കും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ പറ്റൊന്നുമില്ല. അതിന് നമുക്ക് നല്ല ഡെഡിക്കേഷനും നല്ല ക്ഷമയും വേണം, സ്മാർട്ട് വർക്കും വേണം. അപ്പൊ എന്തൊക്കെ ചെയ്യേണ്ട, എന്തൊക്കെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരും. നിങ്ങളെ ഞാൻ നന്നായിട്ട് എന്താ പറയാ മോൾഡ് ചെയ്യും. നിങ്ങൾ അതിനൊന്ന് സഹകരിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ചൂസിങ് അസ്. ഇനി നമ്മളൊരു ടീമാണ്. നമുക്കിങ്ങനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും പരസ്പരം സഹകരിക്കുക, മുന്നോട്ട് പോകാം. ഓക്കെ.